പുതിയ ബഡ്ജറ്റ് വന്നു. അതിൽ ഇടത്തരക്കാർക്ക് ആശ്വാസം പകർന്ന ഒരുപാട് നികുതി ഇളവുകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് നല്ല ഐഡിയകൾ ഉള്ളവരാണ്. പക്ഷെ ആ ഐഡിയകൾ ബിസിനസ് ആക്കി മാറ്റാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് മുദ്ര യോജന എന്നുള്ള സ്കീം പണ്ടേ ഉള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 10 ലക്ഷം രൂപ വരെ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കിട്ടും. പക്ഷെ നല്ലൊരു പ്രോജക്റ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു ബാങ്കിൽ ലോൺ തരൂല. പക്ഷെ ഇപ്പൊ ആ മുദ്ര യോജന ഒന്നുകൂടെ പരിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മളെ വീടുകളൊക്കെ ഹോം സ്റ്റേ ആക്കിയാൽ നമുക്ക് നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വീടുകൾ ഹോം സ്റ്റേ ആക്കാൻ എടുത്തോട്ട് മുദ്ര ലോൺ കിട്ടും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. രണ്ടാമതായിട്ട് സ്ത്രീകൾക്കും അതുപോലെ SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്ന് ഓരോ ബ്രാഞ്ചിൽ നിന്നും ഒരാൾക്ക് വീതം 1 കോടി രൂപ വരെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലോൺ കിട്ടുന്ന ഒരു സ്കീമുണ്ട്. അതിന് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്നാണ് പറഞ്ഞത്. അതും മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇപ്പൊ പുതുതായിട്ട് അവർക്ക് വേണ്ടി വീണ്ടും ഒരു സ്കീം ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതും സ്ത്രീകൾക്കും SC/ST കാറ്റഗറി ഉള്ളവർക്കും വേണ്ടിയിട്ടാണ്. അടുത്ത 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് 2 കോടി രൂപ വരെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലോൺ കൊടുക്കുകയാണ്. അപ്പം മനസ്സിലാക്കുക, മുദ്ര യോജന ഇനി മുതൽ ഹോം സ്റ്റേകൾ തുടങ്ങാനും 10 ലക്ഷം രൂപ വരെ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ തരും. അതുപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമുണ്ട് സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി. അതുപോലെ 2 കോടി രൂപ വരെ ലോൺ കിട്ടുന്ന സ്ത്രീകൾക്കും SC/ST കാറ്റഗറിക്കാർക്കും വേണ്ടി ബിസിനസ് തുടങ്ങാനുള്ള പുതിയ സ്കീം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.